ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ രുചികരമായ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുത്തിരിക്കുന്ന ഒരു നാടൻ ചിക്കൻ ഫ്രൈ ആണ്. നാടൻ മസാലകൾ ചേർത്ത് തയ്യാറാക്കിയിരിക്കുന്ന ഈ ചിക്കൻ ഫ്രൈ വളരെ ടേസ്റ്റി ഉള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നമ്മളിതിന് ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും അളവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതവിടെ നിന്ന് നോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഗരം മസാല എന്നിവ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായി നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ നമുക്കിത് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇവിടെ 2 കിലോ അളവിൽ കഴുകി വൃത്തിയാക്കി വെള്ളം തോർത്തിയെടുത്ത ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം. വേറെ പ്രത്യേക മസാലകളോ വേറെ ഒരു ഇൻഗ്രീഡിയൻസ് നമ്മളിതിന് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ അവരവരുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ നമുക്ക് നമ്മുടെ ഈ ചിക്കൻ്റെ പീസുകളിലെല്ലാം ഈ മസാല നന്നായി തേച്ച് പിടിപ്പിക്കാം. അപ്പം നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം നന്നായി പോയതിന് ശേഷം മാത്രമേ നമ്മൾ ചിക്കനിലേക്ക് ഈ മസാല നമ്മൾ അപ്ലൈ ചെയ്യാവുള്ളൂ. അതിനുശേഷം നമുക്ക് നന്നായിട്ടിത് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒരു 3 മണിക്കൂർ നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് റെസ്റ്റിന് വെക്കാം. നിങ്ങൾ മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും നമ്മുടെ ചിക്കൻ റെസ്റ്റിന് വെക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ മസാലയൊക്കെ നന്നായി നമ്മുടെ ചിക്കനിൽ പിടിച്ച് വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഗാർണിഷ് ചെയ്യാൻ ആവശ്യമായ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ആ സമയത്ത് വറുത്തെടുക്കാം. അതിനായിട്ട് നമ്മളൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കിലോ അളവിൽ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായി ഇവിടെ ഒന്ന് ചൂടായി വരട്ടെ. പിന്നീട് നമ്മൾ ഈ ചൂടായ ഓയിലിലേക്ക് ഒരു തടം വെളുത്തുള്ളി ചതച്ചതാണ്, തൊലിയോടുകൂടിയ വെളുത്തുള്ളി ചതച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഒരു 6 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 3 തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് ഉപയോഗിച്ചാൽ മതി. നമ്മുടെ ചിക്കന് ഈ ഇൻഗ്രീഡിയൻസ് വറുത്തെടുത്ത് ഇതേ ഓയിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ വറുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കന് ഇതിൻ്റെ നല്ല ഫ്ലേവർ, വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെ ഒക്കെ ഫ്ലേവർ നമ്മുടെ ചിക്കൻ്റെ പീസിൽ പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നമ്മളിവിടെ റെസ്റ്റിന് വെച്ചിട്ട് ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് വറുത്തെടുത്ത അതേ ഓയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലാണ് ചെയ്യാൻ കൂടുതൽ താല്പര്യമെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല തിളച്ച എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഓരോരോ പീസായിട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. കാരണം നമ്മൾ ഈ ഓരോരോ പീസായിട്ട് ഇത് എടുത്ത് വെച്ച് കൊടുക്കുമ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കുകയോ അത് മുറിഞ്ഞു പോവുകയൊന്നും ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് ഇളക്കി ഇടുമ്പോഴും ഇതിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ വെന്തെടുക്കാനെല്ലാം നമ്മളെ സഹായിക്കും. നമ്മൾ മീൻ വറുക്കുന്ന അതേ രീതിയിൽ തന്നെ ഓരോരോ ചിക്കൻ്റെ പീസായിട്ട് നമുക്ക് ഇതിൻ്റെ ഓയിലിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. കഴിവതും നമ്മൾ ചിക്കൻ്റെ പീസ് മുങ്ങിക്കിടക്കുന്ന അത്ര അളവിലെങ്കിലും ഓയിലെടുക്കാൻ ശ്രമിക്കുക. കാരണം എങ്കിൽ മാത്രമേ നമുക്കിത് വളരെ വേഗത്തിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരു 4 മിനിറ്റ് നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം പിന്നീട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു 4 മിനിറ്റിന് ശേഷം ഇത് പതുക്കെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെ നമുക്കിത് സാവധാനത്തിൽ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് നല്ല ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ട്രിപ്പായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വലിയ പാത്രവും കൂടുതൽ ഓയിലും ഉപയോഗിച്ച് ഇത് ഒറ്റ ട്രിപ്പിൽ തന്നെ വറുത്തെടുക്കാവുന്നതാണ്. ഇത് ഏകദേശം ഈ ഒരു പരുവത്തിൽ മൂത്ത് കഴിയുമ്പം നമുക്കിതൊരു കോരി എണ്ണ പോകുന്ന ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. കാരണം നമ്മളിത് ഒരുപാട് മൂപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മസാലകൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരുവാകുമ്പോൾ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ 2ാമത്തെ ട്രിപ്പോട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റിയുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് തീർച്ചയായും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന, വളരെ എരിവ് കുറഞ്ഞ, വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ തീർച്ചയായും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൂപ്പർ ചിക്കൻ ഫ്രൈ ആണ്. തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാനായി ഞങ്ങളുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കിടിലൻ വീഡിയോകളുമായി എത്രയും വേഗം നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.